HTML ഇമേജ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഇമേജ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റീസൈസ് ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ ഈ വീഡിയോ എന്നിട്ട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇമേജ് തംബ്നെയിൽസ് ആണ്. അതായത് നമുക്ക് ചില വെബ് പേജസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഇമേജ് കാണാൻ സാധിക്കും. നമ്മൾ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് വലിയ സൈസിൽ ആ ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ ഒരു തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ ഇമേജ് ഉണ്ടാവും, അത് പെട്ടെന്നൊന്ന് ഒരു ക്വിക്ക് പ്രിവ്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ഇമേജ് എന്തായിരിക്കും, ഒരു ഫുൾ വേർഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ, അതായത് ഒരു ചെറിയ ഇമേജ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ വലിയൊരു ഇമേജ് നമുക്ക് കാണണം. അപ്പൊ ഇത് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മളിപ്പോൾ പറയുന്നത്, നമ്മളൊരു ലോ ക്വാളിറ്റി പിക്ചർ ചെറിയ ഡയമെൻഷനിലുള്ളത്, അതായത് ഹൈറ്റും വിത്തും ചെറിയ ഇതായിട്ടുള്ള ഒരു ഇമേജ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇമേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ. അപ്പം ആ രണ്ടാമത്തെ ഇമേജ് എന്തായിരിക്കും, ഹൈ ക്വാളിറ്റിയിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷനിലൊക്കെ ഉള്ള ഇമേജ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ളത് ഒരു ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്കത് ഡൗൺലോഡ് ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തംബ്നെയിൽ ഇമേജസ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മൾ ഹൈപ്പർ ലിങ്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഹൈപ്പർ ലിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഹൈപ്പർ ലിങ്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ ലിങ്കിൽ തന്നെ ഇമേജ് ലിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു ഇമേജ് ലിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പേജിലേക്ക് പോകുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യും, ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് വേറൊരു വലിയ ഇമേജിലേക്ക് അത് മാറിപ്പോകും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ റിയൽ ഇമേജ് ആണ്, ഇവിടെ റിയൽ ഇമേജ് .png എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾക്ക് റീഡയറക്ട് ചെയ്ത് പോകേണ്ട ഇമേജ്. അത് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ആ ഒറിജിനൽ ഇമേജ് നമ്മൾ എവിടെ കൊടുക്കണം, ഹൈപ്പർ ലിങ്കിന്റെ HREF, അതായത് ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിന്റെ കീഴിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മുടെ റിയൽ ഇമേജ് നമ്മൾ കൊടുക്കാനായിട്ട്. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ആണ്, അതായത് നമ്മുടെ ആ തംബ്നെയിലാണ്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഇമേജ് ആണ് ഇവിടെ ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഹൈപ്പർ ലിങ്ക് എഴുതുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടാകും, ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യും, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഇമേജിലേക്ക് പോകും. ഇവിടെ ആ ടെക്സ്റ്റിന് പകരം നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും, പുതിയ ഇമേജിലേക്ക് പോകും. അപ്പൊ ചെറിയ ഡയമെൻഷനിലുള്ള ആ ലോ ക്വാളിറ്റി ഇമേജ് ആണ് ഇവിടെ തംബ്നെയിൽ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഹൈ ക്വാളിറ്റി ഇമേജ് ആണ് ഇവിടെ റിയൽ ഇമേജ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇമേജസ് വേണം. ഒന്ന് ലോ ക്വാളിറ്റി, ഹൈറ്റും വിത്തും ചെറിയതായിട്ടുള്ള ഒരു ലോ ക്വാളിറ്റി ഇമേജ് നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. അതിന്റെ തന്നെ ഒറിജിനൽ ഇമേജും ഹൈറ്റും വിത്തും ഒക്കെ കൂടുതലായിട്ടുള്ള റിയൽ ഇമേജും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മളിവിടെ ഇമേജ് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. HTML ഇമേജിൽ ഞാൻ ഇതാണ് നമ്മുടെ കോഡ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഇത് ഒരു റിയൽ ഇമേജ് കിടപ്പുണ്ട്, ഇതൊരു തംബ്നെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ തംബ്നെയിൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. തംബ്നെയിൽ .png എന്നാണ് നമ്മൾ അതിനെ സേവ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ റിയൽ ഇമേജ്. ഇതാണ് നമ്മുടെ റിയൽ ഇമേജ്. നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് റിയൽ ഇട്ടിട്ട് ഒരു ഹൈഫൻ റിയൽ ഇമേജ് .png എന്ന് പറഞ്ഞ് നമ്മളിത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഇമേജസ് നമുക്ക് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ കോഡ് എഴുതാൻ പോവാണ്. നമുക്കറിയാം HTML ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. HTML ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ എന്തെഴുതി, ഹെഡ് എഴുതി. ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്തെഴുതും, ടൈറ്റിൽ ടാഗ് എഴുതും. നമ്മളിവിടെ ഇതിന്റെ ഉള്ളിനകത്ത് ടൈറ്റിൽ ടാഗ് എഴുതി. ടൈറ്റിലായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് HTML ഇമേജ് തംബ്നെയിൽ എന്നാണ്. തംബ്നെയിൽസ് എന്ന് കൊടുത്തു. ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ബോഡി പാർട്ടിൽ ജസ്റ്റ് ഞാനൊരു ഹെഡിങ് മാത്രം ആദ്യം കൊടുത്തു വെക്കുവാണ്, ഇമേജ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഹെഡിങ് ആദ്യം കൊടുക്കാം. H1 എൻ്റെ അലൈൻ സെന്ററിലേക്ക് വരുന്ന രീതിയിൽ
ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതതിൻ്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ എന്ന് പറയുന്നത്. ഹെഡിങ്ങും എന്ത് തന്നെയാണ്? HTML ഇമേജ് തംബ്നെയിൽ. ഓക്കെ, H1 ടാഗ് ക്ലോസ് ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓൾറെഡി ഞാനിതിനെ thumbnails.html എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ thumbnails.html എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇമേജ് തമ്പനെയിൽ, പ്രത്യേകിച്ച് ഇമേജ് ഒന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു തമ്പനെയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? IMG ടാഗ് കൊടുത്തു, SRC കൊടുത്തു. SRCക്കകത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ഈ തമ്പനെയിലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ തമ്പനെയിൽ ആഡ് ചെയ്യാനായിട്ട് അതിൻ്റെ പേര് കൊടുത്തു. തമ്പനെയിൽ ഡോട്ട്, ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. എക്സ്റ്റൻഷൻ നോക്കിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ അറിയാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ .png എന്ന് കാണാൻ പറ്റും. .png, ഈ കാണുന്ന സാധനം, ഇതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ .png എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കിട്ടും. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഇമേജ് കിട്ടി. ഇനി അടുത്ത പർപ്പസ് എന്താണ്? ഇതാണ് നമ്മുടെ തമ്പനെയിൽ എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പുതിയൊരു ഇമേജ് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഹൈപ്പർ ലിങ്ക് ആക്കാനായിട്ട് നമ്മൾ ഏത് ടാഗാണ് ഉപയോഗിക്കുന്നത്? ആങ്കർ ടാഗാണ് നമ്മൾ ഹൈപ്പർ ലിങ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ എടുക്കുക. ഒരു ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ എടുക്കുക. A എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇനി നമ്മൾ ഇമേജ് ആഡ് ചെയ്തു, അതിനെ ലിങ്കും ആക്കി. ഇനി നമ്മൾ അടുത്ത് എന്താ പറയേണ്ടത്? അത് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ട് പോകണം എന്ന് പറയണം, അല്ലെ? അപ്പൊ അത് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ട് പോകണം എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്? HREF എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. HREFന്റെ അകത്ത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഇമേജാണ് വരേണ്ടത്? റിയൽ ഇമേജ് ആണ് വരേണ്ടത്. അപ്പൊ അതിന്റെ പേര് ഇവിടെ പറഞ്ഞു കൊടുക്കുക. റിയൽ ഇമേജ് .png എന്ന് പറഞ്ഞതിന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്തു. കാരണം നമ്മൾ ഒന്നും കൂടി കോഡ് എഴുതുമായിരുന്നു, അതുകൊണ്ട് അതിനൊന്ന് റീഫ്രഷ് ചെയ്തു. സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്ക് ഇമേജ് വന്നു. ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഇതിപ്പോൾ ഒരു ഹൈപ്പർ ലിങ്ക് ആയി. ഹൈപ്പർ ലിങ്ക് ആയോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ കണ്ടോ, ഈ ആരോയുടെ കീ എന്ന് പറയുന്നത് ഈ മൗസ് പോയിന്റർ കണ്ടോ, ജസ്റ്റ് ആരോ മാർക്കാണ്. പക്ഷെ ഇവിടെ കണ്ടോ, ഒരു കൈയുടെ സിമ്പിളാണ് വന്നിരിക്കുന്നത്. അതാണ് ഒരു ലിങ്ക് ആണെന്നത് അർത്ഥം. ഞാനിത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, വലിയ ഇമേജിലേക്ക് വന്നു. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പർ ലിങ്ക്, തമ്പനെയിൽസ് എന്ന് പറയുന്നത്. തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഹൈപ്പർ ലിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ചെറിയ ഇമേജ് ഉണ്ടാകും. ആ ചെറിയ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയ ഇമേജ് കിട്ടണം. ഇതാണ് തമ്പനെയിൽസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ആദ്യം ഒരു ഇമേജ് ആഡ് ചെയ്യുക. ചെറിയ ഇമേജ് വേണം ഇവിടെ ഇമേജിന്റെ അകത്ത് കൊടുക്കാനായിട്ട്. അത് തമ്പനെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു ഹൈപ്പർ ലിങ്ക് ആക്കി മാറ്റണം. ഹൈപ്പർ ലിങ്ക് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആങ്കർ ടാഗിന്റെ അകത്ത് നമ്മുടെ ഒറിജിനൽ ഇമേജ് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വലുതായിട്ട് കിട്ടേണ്ട ആ ഒറിജിനൽ ഇമേജ് ഇവിടെ HREF എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ അകത്ത് പറയണം. ആങ്കർ ടാഗിന്റെ ഓപ്പണിംഗ് ടാഗിന്റെ അകത്താണ് നമ്മൾ ആട്രിബ്യൂട്ട് എഴുതുന്നത്. A എന്ന് കൊടുക്കുക, HREF എന്ന് കൊടുക്കുക, ഈക്വൽ ടു ഇട്ടിട്ട് പുതിയ ഇമേജ് ഒറിജിനൽ ഇമേജിന്റെ പേര് കൊടുക്കുക. ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് പുതിയൊരു ആ സെയിം വിൻഡോയിൽ തന്നെയാണ് വന്നത്, അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാർഗറ്റ്, അല്ലെ? ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കുക. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഒരു അണ്ടർസ്കോർ കൊടുത്തിട്ട് ബ്ലാങ്ക് എന്ന് കൊടുക്കുക. അപ്പൊ അത് പുതിയൊരു വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പുതിയ വിൻഡോയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് വിട്ടേക്കാം. അപ്പം ഇതൊരു ആട്രിബ്യൂട്ട് HREF പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ടാർഗറ്റ്, അതായത് ആ പുതിയ ഇമേജ് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഹൈഫൻ ഇടുക. ഹൈഫൻ ഇട്ടിട്ട് ബ്ലാങ്ക് എന്ന് കൊടുക്കുക. ഡബിൾ ക്ലോട്ട്സിൽ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പൊ അത് പുതിയ വിൻഡോയിൽ നമുക്ക് കിട്ടിക്കോളും. സേവ് നോക്കാം. ഫയൽ കൊടുത്തിട്ട് സേവ് കൊടുത്തു. ഞാൻ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്തു. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പുതിയ വിൻഡോയിലാണ് കിട്ടിയത്. പഴയത് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതെന്താണ്? പുതിയൊരു വിൻഡോയിലാണ്. ഈ ഇവിടെ മുകളിൽ ടാബ് നോക്കിയാൽ മനസ്സിലാവും. പുതിയൊരു വിൻഡോയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് HTML ഇമേജ് തമ്പനെയിൽസ് എന്ന് പറയുന്നത്. ഇത് ഒരു മെത്തേഡാണ്. അതായത് രണ്ട് ഇമേജ് നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? ചെറിയ ഡയമെൻഷനുള്ള ഹൈറ്റും വിഡ്ത്തും കുറവായിട്ടുള്ള ഒരു ഇമേജ് എടുത്തു. എന്നിട്ട് ഹൈറ്റും വിഡ്ത്തും കൂടുതലുള്ള രണ്ടാമത്തെ ഒരു ഇമേജ് എടുത്തു. ചെറിയ ഇമേജ് മാത്രമായിരിക്കും നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് പോകും. ഇതാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇമേജ് മാത്രം യൂസ് ചെയ്യാം. ഒരു ഇമേജ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. അന്നേരം ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഇമേജ് അല്ലെ, രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യുക? ഒരേ ഇമേജ് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. ആ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? രണ്ട് ഇമേജ് അല്ലെ, റിയൽ ഇമേജ് .png കൊടുത്തു, src കൂടെ കൊടുത്തു അല്ലെ. ഇമേജിൽ thumbnail.png കൂടെ കൊടുത്തിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ഒറ്റ ഇമേജ് വെച്ച് ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ടാർഗറ്റ് ആട്രിബ്യൂട്ടിനെ മാറ്റുവാണ്. ഇനി ഇവിടെ thumbnail.png പകരം ഞാൻ രണ്ട് സ്ഥലത്തും എന്ത് തന്നെയാണ് കൊടുക്കുന്നത്? റിയൽ ഇമേജ് തന്നെ കൊടുക്കാം. റിയൽ ഇമേജ് നമ്മൾ രണ്ട് സ്ഥലത്തും എന്ത് തന്നെ കൊടുത്തു? റിയൽ ഇമേജ് എന്ന് തന്നെ നമ്മൾ കൊടുത്തു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിക്ക് ചെയ്താലും എന്ത് തന്നെയാണ് വരുന്നത്? ആ വലിയ ഇമേജ് തന്നെയാണ് വരുന്നത് അല്ലെ. പക്ഷെ നമുക്ക് എന്ത് വേണം? ഈ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഇമേജിന്റെ സൈസ് ഒന്ന് കുറച്ചു കൊടുത്താലും മതി. അപ്പൊ രണ്ട് ഇമേജ് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഇമേജ് ഏതാ? ഇതാണ് അല്ലെ. അതിന്റെ സൈസ് ഹൈറ്റും വിഡ്ത്തും ഒന്ന് കുറച്ചു കൊടുക്കുക. വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഏതാണ്? ഇതാണ്. ഇത് ലിങ്ക് ആണ് കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നതാണ് ഈ ലിങ്കിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഈ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് IMG ടാഗ് ഉപയോഗിച്ചിട്ടുള്ളതാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒന്ന് കുറച്ചു കൊടുക്കുകയാണ്. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഒരു 50 എന്ന് വല്ലതും കൊടുക്കാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഒരു 50 ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് സ്ഥലത്തും നമ്മൾ ഒരേ ഇമേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇമേജ് യൂസ് ചെയ്തിട്ടില്ല. പേര് നോക്കുക, റിയൽ ഇമേജ് PNG, ഇവിടെയും റിയൽ ഇമേജ് PNG ആണ്. ഒരേ ഇമേജ് തന്നെയാണ് രണ്ട് സ്ഥലത്തും കൊടുത്തിരിക്കുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടാമത്തെ ഇമേജിന്റെ സ്ഥലത്ത് എന്താണ്? അതിന്റെ ഹൈറ്റും വിഡ്ത്തും മാത്രം ഒന്ന് മാറ്റി കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, ലോഡ് ചെയ്തു. കണ്ടോ? അപ്പം ഒരേ ഇമേജ് തന്നെയാണ്, പക്ഷെ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഇമേജിന്റെ സൈസ് ഒന്ന് കുറച്ചു കൊടുത്താൽ മതി. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒറിജിനൽ ഇമേജ് കിട്ടി. ഇതാണ് തമ്പനെയിൽ എന്ന് പറയുന്നത്. അപ്പൊ തമ്പനെയിൽ ഓർക്കാൻ ഇത്ര എളുപ്പമാണ്. ഒരു ചെറിയ ഇമേജ് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ വലിയൊരു ഇമേജ് കിട്ടും. ഇതാണ് തമ്പനെയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. രണ്ട് മെത്തേഡ് എന്താ? ഒന്ന്, ഒരു വലിയ ഇമേജ് തമ്പനെയിൽ എന്നും പറഞ്ഞ് ഒരു ചെറിയ ഇമേജും യൂസ് ചെയ്യുക. അതുണ്ടോ, ചെറിയ ഡയമെൻഷനിലുള്ള ഹൈറ്റും വിഡ്ത്തും കുറവായിട്ടുള്ള ഒരു ഇമേജും എടുത്തിട്ട് ഹൈറ്റും വിഡ്ത്തും ഒറിജിനൽ സൈസിലുള്ള കൂടുതലായിട്ടുള്ള ഇമേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ഇമേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറിയ ഇമേജ് ഹൈറ്റും വിഡ്ത്തും കുറഞ്ഞ ഇമേജ് നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയ ഇമേജിലേക്ക് പോകും. അങ്ങനെ രണ്ട് ഇമേജ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഇമേജ് ഉപയോഗിച്ചും ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോറി, ഇവിടെ രണ്ട് സ്ഥലത്തും ഒരേ ഇമേജ് തന്നെ കൊടുത്തു. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ അതിന്റെ സൈസ് ഒന്ന് കുറച്ചു. ഹൈറ്റും വിഡ്ത്തും 50-50 എന്നുള്ള റേഞ്ചിൽ ഞാൻ കൊടുത്തു. അപ്പൊ 50 പിക്സലിൽ അതിന്റെ ഹൈറ്റും വിഡ്ത്തും കാണിച്ചോളും. റിയൽ ഇമേജ് അതിന്റെ ഒറിജിനൽ സൈസിലും കാണിച്ചോളും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മാറിപ്പോകരുത്. ഈ IMG എന്ന് പറഞ്ഞുള്ളതാണ് നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ് IMG ടാഗിന്റെ അകത്ത് കൊടുക്കുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വരുന്നത്, വലിയ ഇമേജ് ആണ് നമ്മൾ HREF ടാഗിന്റെ അകത്ത് കൊടുക്കേണ്ടത്. അതാണ് HTML തമ്പനെയിൽ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, താങ്ക് യു.